ഈ ഒരു സംസ്ഥാനത്തിലെ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ എത്ര ദയനീയമായ അധപ്പതനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് തൃശ്ശൂരിലെ സാധാരണക്കാരായ ഒരാളല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. അതായത് കവർച്ചാ സംഘമാണ് നേതൃത്വത്തിലുള്ളവർ, ജില്ലാ നേതൃത്വത്തിലുള്ളവർ. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു കൊള്ളക്കാരാണെന്നാണ് അതിന്റെ അർത്ഥം. ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കോടീശ്വരന്മാരായി മാറിയെന്നുള്ളതാണ്. എല്ലാവിധ കളങ്കിതമായ ഏർപ്പാടുകളിലും പങ്കാളികളാണ് ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഭരണം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനുമായിട്ട് പങ്കുവച്ചു കൊടുത്തിരിക്കുകയാണ്. പോലീസ് ഭരണം അവരാണ്, SP വയ്ക്കുന്നത് അവരാണ്, SHOമാരെ വയ്ക്കുന്നത് അവരാണ്, എല്ലാത്തിലും കമ്മീഷനാണ്, സ്ഥലം നികത്തുന്നതിൽ കമ്മീഷനാണ്. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. കരുവന്നൂരിൽ 400 കോടി രൂപയിലധികമാണ് പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓപ്പറേഷൻ നടത്താൻ പണമില്ലാതെ പൊട്ടിക്കരയാണ് പാവപ്പെട്ട ആളുകൾ. മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ചിരുന്ന പണമില്ല, തിരിച്ചില്ല. ഒരു വീട് വയ്ക്കാൻ വേണ്ടി, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പണം നിക്ഷേപിച്ചു, അതിന്റെ പണമില്ല. ആ പണമെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുവരികയാണ് നേതാക്കന്മാർ, കൊള്ളയടിക്കുകയാണ്. എവിടെ പോയി ED അന്വേഷണം നടത്തിയിട്ട് കോംപ്രമൈസായി. ED ഇപ്പൊ കഴുത്തിൽ പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ്. ഓർമ്മയുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തി BJPക്ക് അനുകൂലമായി പ്രവർത്തിപ്പിച്ചു BJP നേതൃത്വം. കാരണം ഇവരെല്ലാം ഏറ്റവും വലിയ ഗുരുതരമായ അഴിമതി കേസുകളിലെ പ്രതികളായി, മണി ലോണ്ടറിംഗ് കേസുകളിൽ പ്രതികളാകേണ്ട ആളുകളാണ് ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. ഇത് തന്നെയാണ് മിക്കവാറും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. CPM കൊള്ളക്കാരുടെ കവർച്ചാ സംഘമായി CPM നേതൃത്വം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, DYFI ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. വ്യാപകമായി കസ്റ്റോഡിയൽ ടോർച്ചർ, കസ്റ്റോഡിയൽ മർദ്ദനങ്ങളെ കുറിച്ചുള്ള കഥകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി പുറത്തുവരും എന്ന് ഭയപ്പെട്ട് DYFI നേതാവിനെ അഴിമതി കേസിൽ പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. DYFI നേതാവിന് പോലും നിവൃത്തിയില്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. ഒരു അഴിമതി പുറത്തു കൊണ്ടുവരും എന്ന് ഭയന്നപ്പോ നേതാക്കന്മാര് പരാതി കൊടുത്ത് ഈ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലിട്ട് മൃതപ്രായനാക്കി. 4 മാസത്തിനകം അതിന്റെ ക്ഷീണത്തിൽ അയാൾ മരിച്ചു, അതിന്റെ ക്ഷതമേറ്റ് അയാൾ മരിച്ചു. ഇന്നലെ KSU നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട്, കറുത്ത തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി. അവർ തീവ്രവാദികളാണോ, കൊടും കുറ്റവാളികളാണോ? എവിടേക്കാണ് പോലീസ് പോകുന്നത് കേരളത്തിൽ? അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട്. ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ്, പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് കള്ളക്കേസിൽ KSUക്കാരെ കുടുക്കി, വിദ്യാർത്ഥി നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കോടതി കൊണ്ട്. എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാകുന്നത്? രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കോ. പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു, ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തുവെക്കും. ചെവിയിൽ നുള്ളി വെച്ചോ. ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല. ഒറ്റൊരുത്തൻ കേരളത്തിൽ, ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല. അത്രമാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത്. വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത്? എവിടെ മുഖ്യമന്ത്രി? എത്ര സംഭവങ്ങളാണ് കേരളത്തിലുണ്ടാകുന്നത്? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്തേ മൗനം പാലിക്കുന്നു? ഇയാൾ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തലപൂഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം. നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ, നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന്, ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ്, ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത് നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി, ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിന്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത്. കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദികളെ പോലെയാക്കി നിങ്ങൾ മാറ്റി. നിങ്ങളുടെ ഇച്ഛാനുസരണം അവരെ പ്രവർത്തിക്കാൻ വേണ്ടി
നിങ്ങളുടെ പാർട്ടിക്കാരുടെ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കേരള പോലീസിനെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി. ഇതിന് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തീവ്രവാദികളെ പോലെ തലയിൽ തുണിയിട്ട് കറുത്ത തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ കൊണ്ടുവന്നതിന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി മദ്യവും ഭക്ഷണവും മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പാവപ്പെട്ട പിള്ളേരെ കള്ളക്കേസിൽ കുടുക്കി നിങ്ങൾ തലയിൽ തുണിയിട്ട് നമുക്കിതൊക്കെ മറുപടി പറയിപ്പിക്കാം. ഞങ്ങൾ സംശയം വേണ്ട, ഒരു സംശയവും വേണ്ട. ഒരു ചോദ്യമുള്ളത്, ഇപ്പം ഇന്നിപ്പം ECR ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കാൻ എങ്ങനെയാണ്, അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഇത് ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ എതിർക്കും. കാരണം ഇത് നീതിപൂർവമായ സത്യസന്ധമായ തെരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള BJPയുടെ തന്ത്രമാണ്. BJPയുടെ തന്ത്രമാണ്. എന്തിനാണ് വോട്ടർ പട്ടിക 2002 പോകുന്നത്? 52 ലക്ഷം പേരുടെ വോട്ട് ചേർക്കേണ്ടി വരും. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഈ എത്ര ശ്രമകരമായ കാര്യമാണ്. എത്ര അർഹതയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ പോവും. 52 ലക്ഷം പേരുടെ ഇനി ചേർക്കാനുള്ളവരുടെ കൂടാതെ 52 ലക്ഷം പേർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ 23 വർഷമായി വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സുപ്രഭാതത്തിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതാകുന്ന മായാജാലമാണ് SIR എന്ന് പറയുന്നത്. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. അതിനെതിരായി ഞങ്ങൾ ശക്തിയായ പ്രക്ഷോഭം ബീഹാറിൽ എന്നതുപോലെ കേരളത്തിലും സംഘടിപ്പിക്കും. ഒരു സംശയവും വേണ്ട. NM വിജയന്റെ കുടുംബം വളരെ രൂക്ഷമായ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട്. ജീവിതം തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ്, KPCCക്ക് മുന്നിൽ നിരാഹാരം ഇരിക്കുമെന്നുള്ള പ്രതികരണമാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. ഏത് NM വിജയന്റെ കുടുംബം ഇവിടുത്തെ അത് അവിടുത്തെ വയനാട് ജില്ലാ കമ്മിറ്റിയും KPCCയും അതിനാവശ്യമായ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഇല്ല, ആ വിഷയം ക്ലോസ് ചെയ്താണ്, ചാപ്റ്റർ ക്ലോസ് ചെയ്താണ്. ഒന്നുമില്ല, അത് നിങ്ങൾ തന്നെ കൊടുക്കുന്ന വാർത്തകളാണ്. ആരില്ല, ഞങ്ങള് പറയേണ്ട അഭിപ്രായം KPCC പ്രസിഡന്റ് ഉചിതമായ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പറയും. ഞങ്ങൾ അതൊക്കെ ഞാൻ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നത്തിങ് മോർ, നോ മോർ കമന്റ്സ്. ഇന്നലെ പറഞ്ഞല്ലോ അത് മതി. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.